എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, +1 റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇനി വിദ്യാർത്ഥികളൊക്കെ കാത്തിരിക്കുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പൊ ഡബിൾ പാസിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, A+ ലെവലിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. സോ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞാൽ പിന്നെ +1 ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. സോ എത്രമാത്രം മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബയോസയൻസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ബയോളജി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിന് ശേഷം നമ്മൾ ബയോളജിയുടെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, അതായത് ഒരു ഡബിൾ പാസ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു A+ ലെവലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ പുറകിന് ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, അതോടൊപ്പം തന്നെ അത് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുവാനും ഒന്നും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ബയോളജി എന്ന് പറയുന്നത് ഏകദേശം 10-20 ചാപ്റ്റർ അല്ലേ, കൃത്യമായി പറഞ്ഞൊരു 19ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് +1 പഠിക്കുവാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഭയങ്കര മടിയാണല്ലോ. ഇത്രയും ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാത്തത് തിയറി പേപ്പർ ആണല്ലോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ ഈ പോയിന്റ്സുകളും പ്രത്യേകിച്ച് എൻസൈമുകളുടെ പേരുകൾ, ഓരോ റിയാക്ഷൻസ്, സ്റ്റെപ്പുകൾ, പിന്നെ സുവോളജിയുടെ കേസിൽ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, കുറേ ഫൈലങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. ഓക്കെ, അപ്പൊ പൊതുവെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ ഒരു മടിയാണ്. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് ബയോളജിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അല്ലാതെ ബയോളജി എക്സാം ടഫ് ആയതുകൊണ്ടല്ല, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. എടാ മക്കളെ, ബയോളജിക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ ഈ കൺസെപ്റ്റ് അനുസരിച്ച് എക്സാമിന്റെ ടഫ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാനോ കൃത്യമായിട്ട് എഴുതാനോ ഒന്നും കഴിയില്ല. പക്ഷേ ബയോളജി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ നമ്മളൊരു സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ആണല്ലേ. അപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാമിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പൊ ബോട്ടണി ആയാലും സുവോളജി ആയാലും അല്ലേ, ഇപ്പൊ ബോട്ടണിന്റെ കേസിൽ ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് കൂടുതലായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ ഈ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ചാപ്റ്ററുകൾ ആദ്യം പഠിച്ചു തീർക്കുക. അപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ജയിക്കാനുള്ളതോ ഡബിൾ പാസിലുള്ള മാർക്കോ ഒക്കെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോട്ടണി 30 മാർക്കും സുവോളജി 30 മാർക്കും രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് 60 മാർക്ക് ടോട്ടൽ വരുന്നത് അല്ലേ. അപ്പൊ രണ്ടിനും കൃത്യമായിട്ട് മാർക്കുകളുണ്ട്, രണ്ടിലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയേണ്ടതാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ബയോളജിയുടെ ഒരു ബേസിക് ലെവലിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നത് മാത്രമാണ് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോകളിൽ ഓരോ ചാപ്റ്ററിലെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ പോർഷൻസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. സോ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബോട്ടണി, സുവോളജി ഈ രണ്ട് സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മാർക്ക് വൈസ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബോട്ടണി എടുക്കാന്ന് വിചാരിക്കുക. ബോട്ടണിയിൽ 9 ചാപ്റ്ററുകളാണ് ബോട്ടണിയിൽ വരുന്നത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 3 ചാപ്റ്ററുകളാണ്. ഒന്നാമത്തേത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്, രണ്ടാമത്തേത് റെസ്പിറേഷൻ, മൂന്നാമത്തേത് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 3 ചാപ്റ്ററുകളും വേണം നിങ്ങൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റിലും റെസ്പിറേഷനും ഏകദേശം 6 മാർക്ക് വീതമാണ് ചോദ്യം ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ 2 ചാപ്റ്ററിൽ നിന്ന് തന്നെ 12 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സോ 12 മാർക്ക് നമുക്ക് ഷുവറായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഈ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ 4 മാർക്കിനാണ് ചോദ്യം വരുന്നത്. സോ അപ്പൊ എത്ര മാർക്കായി? 16 മാർക്കിനുള്ള ചോദ്യങ്ങൾ കിട്ടി. പ്ലാൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇങ്ങനെ നമ്മൾ വലിച്ചു വാരി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല. അതായത് ഇപ്പൊ അതിനകത്ത് ഓരോ പ്ലാൻ ഹോർമോൺസുകളുണ്ട്, ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ, എഥിലീൻ എന്നൊക്കെ പറഞ്ഞ പ്ലാൻ ഹോർമോണുകളുണ്ട്. സോ ഈ ഓരോ ഹോർമോണും അതിന്റെ പ്രത്യേകതകളും അതിന്റെ ഫീച്ചേഴ്സും പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഷുവറായിട്ട് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താ? ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ,
പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഫോട്ടോസിന്തസിസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോർഷൻസും പറയും. നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്ത് അത് തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതെന്ന് നോക്കാം. അതായത് ഇനി നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മോർഫോളജി ആൻഡ് ഫ്ലേവറിംഗ് പ്ലാന്റ്സ് ആണ്. ഈ മോർഫോളജി ആൻഡ് ഫ്ലേവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് തന്നെ 5 മാർക്കിന് ചോദിക്കും. മോർഫോളജി ചാപ്റ്റർ പഠിക്കാൻ ഭയങ്കര പാടുള്ളൊരു ചാപ്റ്റർ അല്ല. എന്തായത് ഉദാഹരണം ലീവ്സ്, ടൈപ്പ് ഓഫ് ലീവ്സുകൾ അല്ലേ, അല്ലെങ്കിൽ ഫില്ലോടാക്സി, ഇൻഫ്ലോറസൻസ്, ഇങ്ങനെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ വരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഫില്ലോടാക്സി എന്താണ്, അതിന്റെ ടൈപ്പുകൾ, ഫ്ലവേഴ്സ് വന്നിട്ട് ഫ്ലോറൽ ആക്സിസുകളൊക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതാണ് ഇതിൽ വരുന്നത്, നമ്മുടെ മോർഫോളജി ആൻഡ് ഫ്ലേവറിംഗ് പ്ലാന്റ്സിൽ വരുന്നത്. പിന്നെ അനാട്ടമി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റൂട്ട്, ലീഫ്, സ്റ്റെം, അതിന്റെ ഒക്കെ ഡൈക്കോട്ടിന്റെയും മോണോക്കോട്ടിന്റെയും അനാട്ടമിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രം പഠിച്ചാൽ പോലും അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ സെൽസ് ആൻഡ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ പോർഷൻ, ഇതും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നിരവധി ടോപ്പിക്കുകളുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞത്. അപ്പൊ മോർഫോളജി ഉണ്ട്, അത് കഴിഞ്ഞ് അനാട്ടമി വരുന്നുണ്ട്, സെൽ ആൻഡ് സെൽ സൈക്കിൾ വരുന്നുണ്ട്. സോ ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കൊരു 20 മാർക്കിന് ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്ക് നിലവിൽ കിട്ടി, അല്ലെ 20-ന് മുകളിൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഇനി മറ്റ് ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ ചില ടോപ്പിക്സുകൾ മാത്രം സെലക്ട് ചെയ്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഇനി സുവോളജിയിലേക്ക് വരുവാണെങ്കിൽ, സുവോളജിയിൽ നമുക്കറിയാം 10 ചാപ്റ്ററാണ് സുവോളജിയിൽ വരുന്നത് അല്ലേ. ഈ 10 ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. ആ ആനിമൽ കിങ്ഡത്തിനകത്ത് കുറേ ഫൈലംസ് പഠിക്കാനുണ്ട്, ആ ഫൈലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, അതിന്റെ എക്സാമ്പിൾ പഠിക്കാനുണ്ട്. സോ നിങ്ങൾ കുറേ ടഫായിട്ട് വരുന്ന ഒരു പോർഷനാണ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ആ ചാപ്റ്റർ ഫസ്റ്റ് നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് നിങ്ങൾ കവർ ചെയ്യുക. ബാക്കി ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ മുതൽ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ വരുന്ന എല്ലാ ചാപ്റ്ററിനും ഏകദേശം സെയിം വെയിറ്റേജ് വരുന്നതാണ്. ചിലതിന് 3 മാർക്ക്, ചിലതിന് 4 മാർക്ക്, ഇങ്ങനെയുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ ഇതിലെ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. സോ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, ഇപ്പൊ പറഞ്ഞ ബോട്ടണി സുവോളജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബോട്ടണിയിൽ ചില ചാപ്റ്റേഴ്സ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കഴിയും, സുവോളജിയിലും ഇതുപോലെ തന്നെ ചില ചാപ്റ്റേഴ്സ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കഴിയും. സോ നമ്മൾ ആ വെയിറ്റേജ് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിലും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കും. നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ ആ പോർഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ അതിന് കൃത്യമായി പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു. അതിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. സോ ആ PDF നോക്കി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മാക്സിമം PYQയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും അടങ്ങുന്ന PDF കൂടി ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം വരെ നിങ്ങൾക്ക് ഫുൾ ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന, ബയോളജി ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ് ഓരോരുത്തരോട് ചോദിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരം ഓർമ്മയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അവൻ അറിയത്തില്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. സോ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു മാർക്കിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് കഴിയണം. സോ ഇംപ്രൂവ്മെന്റ് വരെ നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഉപേക്ഷ വിചാരിക്കാണ്, പഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ പുതിയ ടോപ്പിക്സുകൾ ഇൻക്ലൂഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.